അറിവിനേക്കാൾ എത്രയോ മഹത്തരമാണ് മനസ്സിലാക്കുക എന്നത്. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ ക്ഷമയോടെ നയിക്കുക. ജീവിതത്തിന്റെ ആരംഭം ശബ്ദത്തിൽ നിന്നാണ്, ഒടുക്കം നിശബ്ദതയിലും. തണൽ നൽകേണ്ട ചില്ലകളിൽ നിന്ന് ചൂടേൽക്കുമ്പോഴാണ് പല കിളികളും കൂടുമാറുന്നത്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നത് നമ്മളെ എത്ര ബഹുമാനിക്കണം എന്ന് തീരുമാനിക്കാനാണ്. നാം ആരെന്നറിയാനും നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാനും ആർക്കൊക്കെ നമ്മൾ ആരൊക്കെ ആയിരുന്നു എന്നറിയാനും ഇടയ്ക്കൊന്ന് ഒറ്റപ്പെടുന്നത് നല്ലതാ. ചില തിരിച്ചറിവുകൾ നമ്മെ തേടി വരും. ദുഃഖിക്കാനുള്ള ജന്മവാസന കൊണ്ട് മാത്രമാണ് മനുഷ്യർ വെറുതെ പിന്നെയും പിന്നെയും പഴയ കാര്യങ്ങൾ തന്നെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. സ്നേഹിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതെ ഇരിക്കുക. നീണ്ടകാല ബന്ധമോ സൗഹൃദമോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും നുണ പറയാതിരിക്കുക എന്ന ലളിതമായ സത്യം പിന്തുടരുക. എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. അത് കണ്ടെത്തുന്നിടത്ത് പ്രയാസങ്ങൾ മാഞ്ഞില്ലാതാകാൻ തുടങ്ങുന്നു. സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജ്വാലയും പടരും. ഉപദ്രവിച്ചയാൾ പിറ്റേന്ന് മാപ്പ് ചോദിച്ച് കരഞ്ഞപ്പോൾ ശ്രീബുദ്ധൻ അയാളോട് ഇങ്ങനെ പറഞ്ഞു: അത് മറന്നേക്കൂ, ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അന്ന് സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നത്തെ ദിവസത്തെ എങ്ങനെ ബാധിക്കാനാകും? നമ്മൾ വിചാരിക്കാതെ